കൊക്കയിലേക്ക് മറിഞ്ഞ് ആരും മരിച്ചില്ല. എന്ത് നാണം കെട്ട മറിച്ചിലാണ്. രാവിലെ പത്രം വായിച്ചോണ്ടിരിക്കുകയാണല്ലേ? അല്ലാണ്ട് എന്ത് പണി എനിക്കിവിടെ? നേരം വെളുത്തിട്ട് ഇത്ര നേരമായി. ഇവിടെ വല്ലതും ഉണ്ടാക്കിയതല്ലേ? നിന്റെ പെണ്ണും പിള്ളേട്ട് വഴക്കുണ്ടാക്കി. അതിന് മാത്രം നിങ്ങൾക്ക് നേരമുണ്ട്? അതിനല്ലേ നേരമുള്ളൂ എനിക്ക്. അതിനല്ലേ നേരമുള്ളൂ. അതുപോലത്തെ സാധനത്തിനല്ല നീ ഇവിടെ കൊണ്ടുവന്നാക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ പറഞ്ഞ എന്റെ പെണ്ണും പിള്ളേനെ പറഞ്ഞാലല്ല. എന്ത് ചെയ്യും നീ? എന്ത് ചെയ്യുന്ന പറഞ്ഞു നോക്കാം, അന്നേരം അറിയാം. പിന്നെ പറഞ്ഞു നോക്കും. അതുപോലത്തെ ഉള്ള പെരുമാറ്റ രീതികളാണ് അവള് ചെയ്തു കൂട്ടണത്. അറിയാമോ നിനക്ക്? നിനക്ക് വല്ലതും അറിയാമോ? എനിക്ക് വല്ലതും അറിയാവുന്ന. അവള് രാവിലെ കഷ്ടം കാണിച്ച് സൊസൈറ്റിയിൽ എഴുതിയെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് ഇവിടെ ഈ 10 വരെ പണിയെടുക്കുന്ന ആള് ഞാനല്ലേ. എന്ത് പണിയെടുക്കണെന്ന്? ഈ കുടുംബത്തെ പണികൾ മൊത്തം ഞാനല്ലേ എടുക്കണത്. അതിന് അവക്ക് ഈ നാട്ടിലുള്ള പേരും നിലയും വിലയൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ഭയങ്കര പേരും പെരുമയൊക്കെയാണ് അവക്ക്. എടാ നിന്റെ പേര് പറഞ്ഞ് ഒരു ഓട്ടോറിക്ഷ ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ ആരും വരൂല. പക്ഷെ അവളുടെ പേര് പറഞ്ഞാൽ 100 ആളുണ്ട് വരാൻ. അറിയാമോ നിനക്ക്? അതാണ് കുടുംബ മഹിമ. അതാണ് കുടുംബ മഹിമ. നിനക്കറിയാൻ പാടില്ല. ഈ തള്ളമാർക്ക് അറിയാൻ പറ്റുമോ അതിന്റെ മഹിമ? അതൊക്കെ പോട്ടെ. ആ പലിശക്കാരൻ കാശ് മേടിക്കാൻ വേണ്ടി പുറത്തുനിന്ന് നിൽക്കുന്നുണ്ട്. പേര് പറഞ്ഞ ആ പേരൊന്നും പറഞ്ഞില്ല, ഞാൻ ചോദിക്കാനും പോയില്ല. കണ്ടിട്ട് എന്ത് തോന്നണ്? ആ കാശ് കൊടുക്കണാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ദൈവമേ ചതിച്ചാവിനെയും ബുദ്ധിമുട്ടിക്കണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാട്ടിൽ എന്റെ വിലയും നിലയൊക്കെ കളഞ്ഞിരിക്കുകയാണ് നിങ്ങൾ. എന്റെ പേരും പെരുമയും നശിപ്പിച്ചേക്കാണ്. എന്ത് വില നിലയും നശിപ്പിച്ചെന്നാണ് ഈ പറയണത്? എനിക്ക് പാടില്ല ദൈവമേ. ഈ പെറ്റ തള്ളയാണ് ഞാൻ നോക്കത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നെങ്കിലും അടങ്ങി ഒതുങ്ങി ഒരു മൂലക്ക് ഇരുന്നോളണം. എന്റെ കൂട്ടുകാരൻ ഇന്ന് ഗൾഫിൽ നിന്ന് പറഞ്ഞ ദിവസമാണ്. അവന് വെച്ചോളുമ്പോ ഞാൻ കൊടുക്കണോ? അതിന് നിങ്ങൾ നോക്കണ്ട, ഞാനല്ല ഇവിടെ കുടുംബം നടത്തുന്നത്. അവള് നിനക്ക് വേണ്ടി അവർക്ക് ആർക്കെങ്കിലും വേണ്ടി വെച്ചോളുമ്പോ എനിക്കറിയാം നന്നായിട്ട്. അതിനിപ്പോ ഞാൻ കുടുംബം നോക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നാ ഉള്ളത്? എടാ എന്ത് കാര്യമാണ് നീ പറയണത്? അവള് ഒരു കുടുംബത്തെ എന്തെങ്കിലും ഒരു പണി ചെയ്യുന്നുണ്ടോ? അവളുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. എന്റെ കൂട്ടുകാരൻ ഇന്നിവിടെ വരുന്ന ദിവസമാണ്. നിങ്ങൾ അടങ്ങി ഒതുങ്ങി മൂലക്കിരുന്നോളൂ. കാമാന്നൊരു അക്ഷരം മിണ്ടി പോകരുത് കേട്ടോ. ഞാനൊന്നും മിണ്ടില്ല. അവൻ വല്ലതും ചോദിച്ചു കഴിഞ്ഞാല് അവൻ വല്ലതും ചോദിച്ചാ പല്ലുവേദനയാണെന്നൊക്കെ പറഞ്ഞു വെച്ചാൽ മതി. അല്ല പല്ലുവേദനയാണെന്ന് വായ തുറന്ന് പറയണമല്ലോ. അത് പറയണ്ടേ? ഈ തള്ളനെ കൊണ്ട് അത് ഞാൻ പറഞ്ഞോളാം. മര്യാദക്ക് ഇരുന്നേച്ചാൽ മതി. അവിടെ നീ പറയണം. മര്യാദക്ക് ഇരുന്നോളേ. അവൻ മനുണ്ട് മിണ്ടാണ്ട് ഒരിടത്തില്ല. എന്തൊക്കെയുണ്ടോ സുഭാഷ്, നീ തടിച്ച് മെലിഞ്ഞ് കറുത്ത് കിട്ടില്ല. നിന്റെ ആ സ്വഭാവം ഇപ്പോഴും നീ കൈവിട്ടിട്ടില്ലല്ലേ? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറയണ ആ സ്വഭാവം ഇതുവരെ വിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയുണ്ടാ മൊത്തം സെറ്റപ്പ് ഒക്കെ? അടിപൊളിയായിട്ട് പോകണ്ട. ആരടാ അപ്പുറത്ത്? അതെ, ഫ്ലൈങ് കിസ് ഒക്കെ അടിക്കുന്നുണ്ടല്ലോ. വേലക്കാരിത്തിയാണോ? വേലക്കാരിത്തിയാണോ? ആ വേലക്കാരിയല്ല, ഞാൻ പറയാറില്ല എന്റെ തള്ളനെ കുറിച്ച്. നിന്റെ അമ്മയാണോ അത്? അമ്മയാണ് പല്ലുവേദന. ഞാൻ ഏതായാലും ഇവിടെ വന്നപ്പോ നിന്റെ അമ്മേനെ കാണണം, നിന്റെ വീട്ടുകാരെ കാണണം, മൊത്തം ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കാണണം. ഓക്കെ, എവിടെയാടാ ഭാര്യ? സുശീലേ, സുശീലേ, അവളെയും വിളിച്ചു വരും. കണ്ണി കണ്ട ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവളെയും വിളിച്ച് ഇങ്ങോട്ട് കുടുംബത്തിങ്ങോട്ട് സുശീല ഇങ്ങോട്ട് വന്നെഴുതി ആരാ വന്നേക്കണം നോക്ക്. നീ വന്നിട്ട് പണ്ടാറുണ്ട്. വേഷം കെട്ടൻ ഇതാണ് ഞാൻ പറയാറുള്ള സുഭാഷ്. ഞങ്ങൾ ഗൾഫിൽ ഒന്നിച്ചുണ്ടായിരുന്നു. എടാ ഇതാണ് എന്റെ വൈഫ് സുശീല. ഹലോ. അല്ല അതൊന്നും വേണ്ട, അത് ശരിയാവൂല. നമ്മുടെ പഴയ സ്വഭാവം പഞ്ച് പിടിച്ചതാണ്. ഞാൻ ഏതായാലും ഇവിടെ വന്നപ്പോ നിന്റെ ഭാര്യനെ അമ്മേനെ ഒന്ന് പരിചയപ്പെടുന്ന ആഗ്രഹമുണ്ട്. നിന്നെ എത്ര വർഷമായി കാണുന്നു? നീ ഇങ്ങോട്ട് മാറി. നീ ഇങ്ങോട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ അമ്മേനെ പറ്റി നീ ഒരുപാട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അമ്മയോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചോദിക്കാം, നിങ്ങൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കല്ലേ. എടാ അമ്മ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കുടുംബത്തിന്റെ ഒരു കെടാവിളക്കാണ്. അത് മനസ്സിലാക്കുന്നേ. ഇവക്ക് അത്ര പ്രായം നീ എന്ത് കാര്യമുണ്ട്? നീ ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? തല്ല് പിടിക്കല്ലേ. ഞാൻ പറയാറില്ല, ഇതാണ് ഇവിടുത്തെ കോലം. ഞാൻ ഒരു കുടുംബം ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനേ ഒരു കാര്യം, കഴിഞ്ഞ ഓണത്തിന് ഇവൻ ഗൾഫിലുണ്ടായ സമയത്ത് ഇവനൊരു കാര്യം പറഞ്ഞായിരുന്നു. വല്യമ്മ പുള്ളിക്കാരത്തിന് ചൂലും കെട്ടിന് അടിച്ചെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചൂലും കെട്ടിന് ഇവിടെ അടിച്ച്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തേ. വല്യമ്മ മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും. മാപ്പ് പറയാനൊന്നും നേരം കിട്ടിയില്ല. പിന്നെ അപ്പൊ ആംബുലൻസ് വന്ന് എന്നെ ആശുപത്രിയിലോട്ട്. പല്ലുവേദനയായിട്ട് ഇങ്ങനെ അല്ലെങ്കിലത്തെ സ്ഥിതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ചുമ്മാതല്ല നീ ഗൾഫിൽ കുറെ നാൾ നിന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ വല്യമ്മ,
കല്യാണത്തിന് മുമ്പ് ഭർത്താവിന് എന്തായിരുന്നു ജോലി? കല്യാണത്തിന് മുമ്പ് എനിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നില്ല. ഇവരെയൊക്കെയാണ് ഈ കുടുംബത്തിൽ കേട്ടത്. ഈ തറുതല എന്ത് നമ്മൾ നാക്കെടുത്ത് അങ്ങോട്ട് പറഞ്ഞാലും ഇങ്ങോട്ട് തറുതലേ പറയൂ. ഈ തള്ളനെ കൊണ്ട് എനിക്ക് സൗകര്യമില്ലടാ. എടാ അങ്ങനെ പറയല്ലേ. നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ നമ്മുടെ കുടുംബത്തിന്റെ കെടാവിളക്കാണ്. ഇത് അമ്മയല്ലേ, ഇത് വേറെന്താണ്ട് സാധനമാണ്. എടാ നീ അമ്മേനെ പറ്റി ഒരു കാര്യം പറഞ്ഞില്ലേ? നിന്റെ അമ്മ എന്ത് കാര്യം നെഞ്ചത്ത് വെച്ച് കൈവച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ തന്നെ വലിക്കുന്നു. അതാണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത്. ഈ തള്ളക്ക് കരിനാക്കടാ, കരിനാക്ക്. എടാ കരിനാക്കെന്നല്ല പറയുന്നത്. കരിനാക്കെന്നല്ല. നാട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയ നാട്ടുകാർ എന്നെ കൂവേണ്. ഈ തള്ള നാക്കെടുത്ത് എന്ത് വളച്ചാലും അപ്പ ബലിക്കും. വല്യമ്മച്ചി ഒരു ഉദാഹരണം പറയാം. ഒരെണ്ണമല്ലല്ലോ, ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ പറയാല്ലോ. എനിക്കൊന്ന് കേൾക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അതായത് ഞാൻ നെഞ്ചത്ത് കൈവച്ച് എന്ത് പറഞ്ഞാലും അത് അച്ചട്ടായിരിക്കും. അതായത് ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. പറയാം. അതായത് എന്റെ മൂത്ത മോന് പിള്ളേരില്ല. 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരില്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മോനൊരു കുഞ്ഞിക്കാലി കാണണെന്ന് പറഞ്ഞു. പിറ്റേ വർഷം എന്റെ മരുമോള് പ്രസവിച്ച്. കുട്ടിയാണോ പെണ്ണോ? ആണോ അല്ല പെണ്ണോ അല്ല. ഇത്ര നിങ്ങളുള്ളൊരു കുഞ്ഞിക്കാലി. ഞാൻ പറയണേക്കുമ്പോ അത് പോട്ടെ. ഇതാണ് ഒരബദ്ധം ഏത് സിദ്ധനും പറ്റും. വേറൊരു ഉദാഹരണം കൂടെ ഉണ്ട്. അതിൽ ഇളയമോൻ ഇവനേലും ചേട്ടൻ, ഇവന്റെ ചേട്ടൻ, അതിന്റെ ഇളയമോൻ ശബരിമലക്ക് പോകാൻ പിള്ളേരും മക്കളും ഒക്കെ ഇട്ട് പുറത്തിറങ്ങിയിരിക്കാണ്. അയ്യപ്പ സ്വാമിയെന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മക്കളൊന്നും വരുത്തല്ലേ. അത് പിന്നെ ഏത് അമ്മയായാലും സ്വന്തം മക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കും. പൊന്നു ചേട്ടാ 10 വർഷമായി ഇന്നേ വരെ അവര് തിരിച്ചു വന്നിട്ടില്ല. ഇതാണ് ഈ തള്ളയുടെ കുഴപ്പം. നമുക്ക് അധികം മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഈ ഇവര് 3 മക്കളല്ലാണ്ട് വേറെ പെമ്മക്കൾ ആരും ഇല്ലേ? പെമ്മക്കള് 2 പേരുണ്ട്. 2 പേര് ഇരട്ടകളാണ്. അവരെന്ത് ചെയ്യണു ഇപ്പോ? അവര് 2 പേരെയും ഞാൻ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു. അത് മോശമായി പോയി. 2 പെമ്മക്കളെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കേണ്ട കാര്യം. പൊന്നു ചേട്ടാ ഒരു വീട് മാത്രം കുളമായി പോയേ. ഇത് രണ്ടിനും കൂടെ കെട്ടിച്ചു കഴിഞ്ഞാൽ 2 വീട് നശിച്ചു പോകത്തില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. എന്നെ പറഞ്ഞ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞു കൊടുക്കും. നിന്റെ മെമ്പർ പറഞ്ഞു കഴിഞ്ഞാല് നിനക്ക് പൊളുത്തും. പൊളുത്തും. നിങ്ങൾ എന്റെ പോക്കറ്റിൽ കിടന്ന കാശ് മൊത്തം അടിച്ചു മാറ്റി നിങ്ങൾ സുഖിച്ച് നടക്കില്ല. കാശ് അടിച്ചു മാറ്റിയെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്റെ പോക്കറ്റിൽ കിടന്ന കാശ് മൊത്തം നിങ്ങൾ അടിച്ചു മാറ്റിയില്ലേ? എടാ മുറുക്കാനുള്ള ഒരു 10 രൂപ കാശിന് നിന്റെ ആ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ ഉറങ്ങുമായിരിക്കും. അപ്പൊ നിന്നെ ഉണർത്തണ്ടല്ലാന്ന് ചോദിച്ചാൽ 100-150 എടുക്കും. കല്യാണം കഴിച്ചവൻ കൊണ്ടുവന്നതിന് ശേഷം ഒരു 10 രൂപ കാശ് അമ്മ മുറുക്കാന്റെ കാശൊന്നും പറഞ്ഞു തന്നിട്ടില്ല. എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു പറ. ഈ മോന്തം വെച്ച് ഇവിടെ ഈ തിരുമുഖത്ത് വന്ന് നിൽക്കല്ലേ അങ്ങോട്ട്? അതെല്ലാം പോട്ടെ, ഞാൻ ആലോചിക്കുന്നതല്ല. നല്ല മാണിക്കത് സർക്കാർ ജോലി ഉണ്ടായിട്ട് അത് രാജിവെച്ചുകൊണ്ട് ഇവൻ ഗൾഫിൽ ആ പൊരിവയിലെത്ത് വന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ഞാനിപ്പോ ആലോചിക്കണം. അങ്ങനെയാണ് പറഞ്ഞുണ്ടാക്കിയേക്കണവൻ. ഇവന് സർക്കാർ ജോലി ഉണ്ടായി അത് രാജിവെച്ചിട്ടാണ് ഗൾഫിൽ വന്നേക്കണത്. നമുക്ക് എടാ ഇവനെ പിരിച്ചുവിട്ടതാണ്. 500 രൂപ കട്ടെന്നും പറഞ്ഞ് പിരിച്ചുവിട്ടതാണ് പറയേണ്ട കാര്യങ്ങളൊക്കെ. ഞാൻ അതല്ല ചോദിക്കണേ. 500 രൂപ കട്ടെന്നും പറഞ്ഞ് നിന്നെ പിരിച്ചുവിട്ടപ്പോ 500 രൂപ കട്ടില്ല എന്നും പറഞ്ഞ് ഇവനെ തെളിയിക്കാൻ വേണ്ടായില്ലേ? ഇവൻ തെളിയിക്കണേക്കുമ്പോ അവര് തെളിയിച്ച്. വലിയ വലിയ വർത്താനങ്ങളൊക്കെ ഭയങ്കര പുളുവടുക്കാരനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ അമ്മച്ചിക്ക് വേണ്ടി ചെലവാക്കുന്നവൻ പറഞ്ഞേക്കണേ. അങ്ങനെയാണ് ഇവൻ പറഞ്ഞേക്കണത്. ഒരു 10 പൈസ ഇവൻ തന്നിട്ടില്ല. ഇവളാണ് തരിക്കാമില്ല. വേണ്ട ഞാൻ ചോദിക്കട്ടെ, 10 പൈസ അവൻ തന്നില്ല, പിന്നെ എങ്ങനെ അമ്മച്ചി ജീവിക്കുന്ന ഇവിടെ? എങ്ങനെ ജീവിക്കണേ? ഞാൻ 3 നാട്ടിൽ പണിക്ക് പോണു. എടാ ഇതുകൊണ്ടാണ് എനിക്ക് പുറത്തിറങ്ങാൻ മേലാത്തത്. എടാ എനിക്കും ജീവിക്കണ്ട. നീയൊക്കെ 10 പൈസ തന്നെണ്ടാ. എനിക്കും ജീവിക്കണം. എടാ നാട്ടില് ഇവർ കാടിന്റെയും പശുവിന്റെ ഒക്കെ കച്ചവടമാണ്. വീട്ടില് 4 മൂലയ്ക്ക് പശുവിനെ ആടിനെ മുട്ടിട്ട് നടക്കാൻ മേല. അറിയാം അവനക്ക് പശുവിന്റെ കച്ചവടം തേടിയ വള്ളി കാലി ചുറ്റി. ഞാൻ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ഒരു പശുവിനൊക്കെ മേടിച്ച് ഒരു ഫാം പോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹം. എനിക്കൊരു പശുവിനെ വേണം. പശു ഉണ്ടല്ലോ ഇവിടെ. ഒരു പശുവിനെ എനിക്ക് വേണം. 8000 രൂപ കൊടുക്ക്. 6 മാസം ചെനിയുണ്ട്. ഇപ്പുറത്തുനിന്ന് പഴിച്ചിട്ട് പോ. കാശും തന്നാ മതി. 8000 രൂപ പറഞ്ഞിട്ട് കൂടുതലല്ലേ? 8000 രൂപയുണ്ട്. 6 മാസം ചെനിയുണ്ടെന്ന്. 6 മാസം ചെന 8000 രൂപ കൂടുതലാണ്. ഞാൻ ഇവന്റെ കൂട്ടുകാരനെ നിലയ്ക്ക് ഒരു അല്പം കുറയ്ക്കാൻ പാടില്ലേ? എന്തെങ്കിലും ഒന്ന് കുറക്കണോ? എന്തെങ്കിലും ഒന്ന് കുറയ്ക്കണം. ഒരു കാര്യം ചെയ്യും, 2 മാസം ചെന കുറച്ചു. പശുവിനെ തന്നെ കുറച്ച് ആ കാശും കിട്ടുന്ന. എടാ എനിക്ക് ഈ നാണക്കേട് കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മേല. പിന്നെ എനിക്ക് ഇത്തിരി ആശ്വാസം എന്ന് പറഞ്ഞ എന്റെ മക്കളാണ്. എന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്റെ തനിപ്പകർപ്പാട. എന്റെ അതേ ബുദ്ധി അതേ ബോധം. എന്റെ ഇളയ മോനുണ്ടല്ലോ, ഇന്നലെ കൈ പിടിക്കാണ്ട് സൈക്കിൾ ഓടിച്ചാണ്. 5 വയസ്സുകാരനവൻ കൈ പിടിക്കാണ്ട് സൈക്കിൾ ഓടിച്ചു. എന്നിട്ട് അവിടുന്ന് പോരാൻ വേണ്ടി കറക്കാരുടെ കാല് പിടിക്കേണ്ടി വന്നു. മര്യാദക്ക് അടങ്ങി നോക്കിയിരുന്നുള്ള. അല്ല ഞാൻ ചോദിക്കട്ടെ, എന്നെ കൊണ്ട് നീ വർത്താനം കൂടുതൽ പറപ്പിക്കരുത്. നെഞ്ചത്ത് ഞാൻ കൈവെക്കും വീറ്റുങ്ങളുടെ കൈ ചൂണ്ടി സംസാരിച്ചാണ്ടല്ലോ തള്ളയെന്നോ നോക്കൂല. ഏതായാലും അവസ്ഥയ്ക്ക് എനിക്ക് മനസ്സിലായി.
ഇവൻ കല്യാണം കഴിച്ച് ഇവനൊരു പെണ്ണിനെയും കൊണ്ടുവന്നു. ആ പെണ്ണ് കുടുംബത്തെ ഒരു പണി എടുക്കൂല. എല്ലാ പണി എടുക്കുന്നത്. എല്ലാ പണികളും ഞാൻ എടുക്കണം. ശരീരം മൊത്തത്തിൽ അത് കാരണം ഭയങ്കര വേദനയുണ്ട്. കയ്യിന് വേദനയുണ്ട്, കാലിന് വേദന. മാത്രം ഒരു കുഴപ്പമില്ലല്ലോ. നിന്നോട് നാക്കത്തടിച്ചടിച്ചിരിക്കും. നാക്കിനും വേദനയുണ്ട്, കയ്യിന് വേദനയുണ്ട്, കാലിന് വേദനയുണ്ട്, മുതുകിന് വേദനയുണ്ട്, നെഞ്ചിന് വേദനയുണ്ട്. വയറ്റിലുണ്ടാ പട്ടി ഇവനാണ് ഈ കുടുംബത്തിൽ. എന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് വാർഡും പെറ്റിക്ക് സമ്മിച്ച് ഈർക്കിൽ പ്രയോഗത്തിലും ഉരുട്ടിക്കൊലയിലും എന്റെ സ്കോർ നിലനിർത്തി തരണേ. എന്റെ കുറുവടി അമ്മാവ, നിൻ തിരുവടികളെ ഞാൻ കുമ്പിടുന്നേ. എന്നെ സഹായിക്കാതെ മറ്റാരെങ്ങാനും സഹായിച്ചെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞ ദൈവമാണെന്ന് ഞാൻ നോക്കുകയല്ല, കൂമ്പിലിട്ട് കുത്തും ഞാൻ. കോൺസ്റ്റബിൾ കുഞ്ഞമ്പണി, അടുക്കളയിലെ മിന്നൽ പരിശോധനയിൽ തുമ്പ് വല്ലതും? അടുക്കളയിലെ റെയ്ഡിൽ ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ കണ്ടെത്തിയച്ചാ. എന്താ മോളെ? ഗ്യാസ് തീർന്നിട്ട് ദിവസങ്ങളായിരിക്കുന്നു. ഇനി പാചകം. ഓഹോ, എന്നാൽ ഈ തൊപ്പി കൊണ്ടുപോയിക്കോളൂ. അതെന്തിനാ? ഈ തൊപ്പി നിറച്ചും ഗ്യാസാ. അതല്ല, പാചകവാതകം തീർന്നു. ഓഹോ, എന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ഗ്യാസ് കണക്ഷൻ അച്ഛൻ ഉടനെ എടുത്തേക്കാം. അതെന്തിനാ? ഞാൻ പറയാറില്ലേ, നീ ഈ സ്റ്റേഷന്റെ വിളക്കാണെന്ന്. അടുക്കളയിൽ നീ നിന്ന് കത്തുന്നത് ഈ അച്ഛനൊന്ന് കാണണം. നിനക്കറിയാമോ, ഒരാഴ്ചയായി ഞാൻ ഒരു പോലെ കണ്ണടച്ചിട്ട്. അച്ഛന്റെ 2 കണ്ണും എന്നേക്കുമായി അടയാൻ ഈ മോള് പ്രാർത്ഥിക്കാം. ആ മോളെ, മറ്റൊരു കാര്യം, കഴുകി അകത്തിട്ടിരുന്ന എന്റെ യൂണിഫോം ഇന്നലെ ആരോ വലിച്ചു കീറിയിരിക്കുന്നു. ഇതിനു പിന്നിൽ മുകളിലിരിക്കുന്ന ഉന്നതന്മാരാണെന്ന് ഈ മകള് സംശയിക്കുന്നു അച്ഛാ. ഈശ്വരാ, ഇവരൊക്കെ എന്തിന് എന്റെ യൂണിഫോം വലിച്ചു കീറണം? മച്ചന്റെ മുകളിലിരിക്കുന്ന എലികൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ അച്ഛാ? അതൊക്കെ പോട്ടെ, നിന്റെ സംഗീത പഠനം എവിടെ വരെയായി? പല്ലവിയും പഠിച്ചു, അനുപല്ലവിയും പഠിച്ചു. വല്ലവരും പഠിച്ച കാര്യമല്ല, നീ വല്ലതും പഠിച്ചോ? അച്ഛാ, പുതിയ SI കൊലകൊല്ലി എവിടെയാണ് അച്ഛാ ചാർജ് എടുക്കുന്നത്? അദ്ദേഹം എവിടെ ചെന്നാലും ചാർജ് എടുക്കും. ഹോട്ടലിൽ കയറിയാൽ ഊണിന്റെ ചാർജ് എടുക്കും, ബിവറേജിൽ കയറിയാൽ പൈന്റിന്റെ ചാർജ് എടുക്കും, വീട്ടിൽ ചെന്നാൽ മൊബൈൽ ചാർജർ എടുക്കും, ഇവിടെ വന്നാൽ ഇടിച്ച് പ്രതിയുടെ ചാറ് വരെ എടുക്കും. മുതുക്കനാ? മുതുക്കനോ? അല്ല, മിടുക്കനാണെന്ന്. ആ മിടുക്കനെ എനിക്കിഷ്ടാ. ഞങ്ങൾ തമ്മിലുള്ള കേസ് കെട്ട് അച്ഛനൊന്ന് രജിസ്റ്റർ ചെയ്തു തരണം. ഇല്ല, അതിനെന്നെ കിട്ടില്ല. കിട്ടണം. എനിക്കിനിയെങ്കിലും ജാമ്യം കിട്ടണോ? കിട്ടുമോ? കിട്ടാനുള്ളത് കിട്ടിയാലേ കിട്ടാൻ ഉറക്കം വരൂ. കോൺസ്റ്റബിൾ കുഞ്ഞമ്പണി. യെസ് സർ. ചാർജ്. അയ്യോ, ദൈവമേ, SI കൊലകൊല്ലി. സുനാമി പോലെ എന്തോ ഒന്നുകൂടി വരാൻ പോകുന്നു. എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ പിന്നെ പാതിരാത്രിയിൽ പതിവില്ലാതെ എന്തിന് ചന്ദ്രൻ ഉദിക്കണം? ബുദ്ധിയുടെ കാര്യത്തിൽ ഈ തല ഇവിടെ ഇരിക്കാനുള്ളതല്ല സാർ. പിന്നെ വെട്ടിയെടുത്ത് വല്ല റെയിൽവേ ട്രാക്കിലും വെക്കണം. നീ കളിയാക്കണ്ട. 25,000 ലിറ്റർ കൊള്ളുന്ന 36 കന്നാസും ലോറിയും ഒറ്റയ്ക്ക് പിടിച്ചവനാ ഈ കൊലകൊല്ലി. ദൈവമേ, എന്നിട്ട് എവിടെ? കന്നാസിൽ സ്പിരിറ്റ് ആയതിനാൽ കേസെടുത്തില്ല. വല്ല പച്ചവെള്ളവും ആയിരുന്നെങ്കിൽ എന്റെ തനിക്കോണോ അവന്മാര് കണ്ടേനെ. സാർ, ഇന്ന് എനിക്ക് ഡേ ഡ്യൂട്ടി ആണോ അതോ നൈറ്റ് ഡ്യൂട്ടി ആണോ? ഇത് രണ്ടുമല്ല എന്റെ ബ്യൂട്ടി. ഇന്ന് നമുക്ക് ആ മുറിയിലാ ഡ്യൂട്ടി. ചേട്ടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ
എനിക്ക് കുളിര് കോരുന്നു. Is it approved? Yes. ആഹാ. തുപ്പല് തെറിച്ചു വീണാ പിന്നെ ആർക്കാ കുളിര് കോരാത്തത്? ആകാശമാകുന്ന പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഉരുട്ടിക്കൊന്ന പ്രതിയെ പോലെ ചന്ദ്രൻ ഉറക്കം തൂങ്ങി നിൽക്കുന്നു. താഴോട്ട് വീഴുമോ സാർ? ഈ സ്റ്റേഷൻ അതിർത്തിയിൽ വീണാൽ ചന്ദ്രന്റെ ഊപ്പടഞ്ചും വരുത്തും ഞാൻ. എന്റെ ഹൃദയത്തിനുള്ളിൽ വേട്ടൻ, അല്ല സോറി ചേട്ടൻ, റിമാൻഡിലായിട്ട് ഇന്ന് 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. എത്ര FIR ഞാൻ എഴുതി. സ്നേഹത്തോടെ ഒരു പെറ്റി കേസെങ്കിലും എനിക്ക് അയച്ചിട്ടുണ്ടോ? കുഞ്ഞമ്മണി, ഈ കേസ് ഇനിയെങ്കിലും ഏറ്റെടുത്തില്ലെങ്കിൽ കണ്ണിൽ കണ്ട CBI ക്രൈംബ്രാഞ്ചോ കയറി അങ്ങ് അന്വേഷിക്കും. അങ്ങനെ വന്നാൽ നീ എന്ന കേസ് കെട്ടില്ലാതാക്കാൻ ഞാനൊരു സാധനം കരുതി വെച്ചിട്ടുണ്ട്. എന്ത്? ആ സത്യം ഞാൻ വെളിപ്പെടുത്താം, കേട്ടോളൂ. മലപ്പുറം കത്തി. എന്റെ ഈശ്വരന്മാരെ, മലപ്പുറം കത്തിയത് നന്നായി. വല്ല കോഴിക്കോടോ തൃശ്ശൂരോ ആയിരുന്നെങ്കിൽ എന്റെ കുറെ ബന്ധുക്കൾ മരിച്ചേനെ. കോൺസ്റ്റബിൾ കുഞ്ഞമ്മണി, എന്നെ പോലെ സൗന്ദര്യവും ആരോഗ്യവുമുള്ള വേറും വൃത്തിയുമില്ലാത്ത ചീത്ത പെൺകുട്ടികളെ വേറെ കിട്ടില്ലട്ടോ. കിട്ടണം. ഇന്നെങ്കിലും ജാമ്യം കിട്ടണം. നാളെ തന്നാൽ പോരെ? പോരാ, വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഇപ്പൊ തന്നെ കിട്ടണം. കുഞ്ഞമ്മണി. യെസ് സർ. അയ്യോ, പാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ. കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ. ഹലോ, അതെയോ? എന്റെ ഈശ്വര, ഇതെങ്ങനെ സഹിക്കും? ആരാ ഫോണിൽ? എന്താ പറഞ്ഞത്? അതൊരു റോങ് നമ്പർ ആയിരുന്നു. ആ പ്രതിയുടെ വീട് കണ്ടുപിടിച്ചോ? സാർ, അത് പേടിക്കണ്ട, ധൈര്യമായി പറഞ്ഞോളൂ. സാർ, കണ്ണനല്ലൊരു റോഡ് വഴി കൊട്ടിയെത്തിയാൽ എന്നെ ചെത്തും. നിന്നെ ഒരുത്തനും ചെത്തില്ല, ധൈര്യമായി പറഞ്ഞോളൂ. സാർ, ആ പ്രതി ഒരു ഊമയാണ് സാർ. എന്നാര് പറഞ്ഞു? അത് അവൻ തന്നെ പറഞ്ഞു. എന്നാൽ സത്യമായിരിക്കും. പിന്നെ കോൺസ്റ്റബിൾ കുഞ്ഞമ്മണിയും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് ഒരു FIR എഴുതണം. അവൾ എന്റെ മകളാണ്. ആ ഒരു കുറവേ അവൾക്കുള്ളൂ. എന്നാലും ഞാൻ കെട്ടും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന സർക്കാർ തോക്കിലെ ഒരു ഉണ്ട ഞാൻ പാഴാക്കും. ആത്മഹത്യ ചെയ്യുന്നത് ഭീരുത്വമാണ് മാമ. ഇതഞ്ഞ കൊമ്പന്റെ കണ്ണിൽ ഷോ ഗ്ലാസ് വെക്കരുത് സാർ. അതൊന്നും എനിക്കറിയണ്ട. പക്ഷേ എനിക്കറിയണം. എനിക്ക് എന്ന് ജാമ്യം തരും? എന്റെ വീട്ടിൽ കയറി നീ തേങ്ങ മോഷ്ടിച്ചല്ലേ? ഇതൊന്നും നല്ലതല്ല എന്ന് നിനക്കറിയില്ലേ? അറിഞ്ഞില്ല. പൊതിച്ചു നോക്കിയിട്ട് തേങ്ങ ഇടാൻ പറ്റുമോ സാർ? നിനക്ക് മാത്രമല്ല, മണിക്കൂറിൽ 36 തെങ്ങ് വരെ ഞാനും കയറും. അതെന്റെ ഹോബിയാ. എന്നെങ്കിലും ഒരിക്കൽ തെങ്ങേന്ന് വീഴുമ്പോ അതങ്ങോട്ട് മാറിക്കോളും. കുഞ്ഞമ്മണിയോ, എന്താ ഇത്? എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓ, ഒളിഞ്ഞു നോക്കുന്നോടാ തെണ്ടി. ഇതിനാണ് സ്കൂളിൽ പോണം അക്ഷരം പഠിക്കണമെന്നൊക്കെ പറയുന്നത്. അക്ഷരം പഠിക്കാത്തതിന്റെ ബുദ്ധിമുട്ട് ഞാനിന്ന് അനുഭവിക്കുകയാണ് സാർ. ഇപ്പോഴെങ്ങനെ തോന്നാൻ? 3-4 മുത്തിച്ചിപ്പി വാങ്ങി വെച്ചിട്ട് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ പടം കണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. മേലാൽ ഇത് ആവർത്തിച്ചാൽ ഇടിച്ചു നിന്റെ നാവി ഞാൻ പഞ്ചറാക്കും. എന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇടിച്ചോളൂ, പക്ഷേ ഇടിക്കുന്നത് ഈ കുഞ്ഞമ്മണി സാറായിരിക്കണം. പ്ലീസ് ഇടിച്ചോളൂ, ഇടിക്കൂ. സാധ്യമല്ല. നീ സാറിന് തല്ലിയല്ലേ? ചുണയുണ്ടെങ്കിൽ നിനക്ക് ഒന്നുകൂടി തല്ലാമോ? നീ എന്നെ 2 വട്ടം തല്ലിയല്ലേ? ധൈര്യമുണ്ടെങ്കിൽ SI കൊല്ലകൊല്ലിയെ ഒന്നുകൂടി തല്ലാമോ? എടാ തല്ലാൻ! ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എത്ര തല്ലുകൊണ്ടാലും എനിക്കൊരു നാണവും മാനവും? സാർ, പോടാ പോ. നിന്റെ തല്ലുവാങ്ങി ഞാൻ ചാവേണ്ടെങ്കിൽ കേറിപ്പോ. മിണ്ടാതെ നോക്കി നിൽക്കാതെ
പാട്ടുപാടി എടുത്തോണ്ട് പോടി. പാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ. കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. പ്രിയപ്പെട്ട ചേട്ടന്, ഇതെന്റെ ദയാഹർജിയാണ്. എന്റെ കല്യാണം ഉറപ്പിച്ചു. എല്ലാത്തിനും കാരണം എന്റെ അച്ഛനാണ് എന്ന് സ്വന്തം PC KRQ 3264 കുഞ്ഞമ്മിണി. ഓഹോ, നിന്റെ അച്ഛനാ കിളവനാണല്ലേ പ്രശ്നം. വഴിയുണ്ടാക്കാം. എടോ 446 സർ, സ്റ്റേഷൻ പരിശോധിക്കാൻ തലസ്ഥാനത്ത് നിന്നും ആള് വരുന്നു. എല്ലാം വൃത്തിയല്ലേ? സാറിന്റെ സ്വഭാവം ഒഴിച്ച് ബാക്കി എല്ലാം വൃത്തിയാണ് സാർ. അത്യാവശ്യമായി ജീപ്പ് ഒതുക്കിയിടണം. ഇപ്പൊ തന്നെ ചീരി ഒതുക്കിയേക്കാം. ഞാൻ ജീപ്പ് എന്നാ പറഞ്ഞത്. സാറ് ചീപ്പ് ആണെന്ന് പറയണോ? കണ്ടാൽ അറിഞ്ഞുകൂടെ? ഈ തോക്കൊക്കെ പൊട്ടുവോടോ? 20 വർഷത്തിന് മുമ്പ് ഇതൊന്ന് വീട് പൊട്ടിയതാ, പിന്നെ കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചിരിക്കുക. ഇതുകൊണ്ട് വെടിവെച്ച ആള് മരിക്കുമോന്നാ ഞാൻ ചോദിച്ചത്. സാറിന്റെ കയ്യിലല്ലേ സാധനം ഇരിക്കുന്നത്, എടുത്തൊന്ന് പരീക്ഷിച്ച് നോക്ക് സാറേ. ആർ യു റെഡി? യെസ്, ഈസ് ഇറ്റ് അപ്രൂവ്ഡ്? ഞാൻ റെഡി. എന്നാൽ ഞാനും റെഡി. അയ്യോ, ഇതാണ് കൊലകൊല്ലി. കുഞ്ഞമണി, ഇനി നമ്മുടെ കല്യാണത്തിന് ആരും തടസ്സം നിൽക്കില്ല. നീ പറഞ്ഞതുപോലെ നിന്റെ അച്ഛന്റെ വേടി തീർന്നു. കൊള്ളാം, പറഞ്ഞതുപോലെ പണി പറ്റിച്ചു അല്ലേ മിടുക്കൻ. അച്ഛാ, അച്ഛാ, എന്നെ തനിച്ചാക്കിയിട്ട് പോയല്ലോ എന്റെ അച്ഛാ. മക്കളെ, നിങ്ങളുടെ ബന്ധത്തിന് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എല്ലാ പ്രേമകഥയിലും പെണ്ണിന്റെ അച്ഛൻ ക്ലൈമാക്സ് വരെ സമ്മതിക്കില്ല. അതേ ഞാനും ചെയ്തുള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ക്ലൈമാക്സ് തീർക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മാവാ, എനിക്ക് ബാപ്പ് തരൂ. നിനക്ക് ഞാൻ കോപ്പ് തരാം. സ്ത്രീധനമായി തരാൻ എന്റെ കയ്യിൽ ഈ തൊപ്പി മാത്രമേ ഉള്ളൂ. കുഞ്ഞമ്മണിയെ, ഈ തൊപ്പിക്കുള്ളിൽ 150 രൂപ ഇരിപ്പുണ്ടല്ലോ. എവിടെ? നിന്റെ അച്ഛന് ഹരണ്ട് കൈക്കൂലി കൊടുത്താന്ന് തോന്നുന്നു. പാവം, മരിക്കണേന്റെ ഇടയിൽ മറന്നുപോയി കാണും. എവിടെ നോക്കട്ടെ? പിടിച്ച മറക്കരുത്. 1 2 3 4 5 150 രൂപ ഉണ്ടെന്ന് കള്ളം പറയണ. ഇത് 250 രൂപ ഉണ്ട്. ഞാനല്ലേടാ എണ്ണി വെച്ചത്. മരിച്ചെന്നും പറഞ്ഞ എന്നെ പറ്റിക്കുന്നോടാ തെണ്ടി. വീണ്ടും ചത്ത്. കുഞ്ഞമ്മണിയെ, നിന്റെ അപ്പം കേരള പോലീസ് തന്നെ കൈക്കൂലിയുടെ കാര്യം പറഞ്ഞപ്പോ ജീവൻ തിരിച്ചു വന്നത് കണ്ടാ? ഇതാണ് സാറേ പഴമക്കാര് പറയുന്നത്. എന്ത്? അണ്ണാൻ എത്ര മൂത്താലും മരം കയറ്റം മറക്കില്ല ചേട്ടാ. സത്യം. കാപ്പി 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 നിന്നെ കണ്ടിട്ട് എത്ര കാലാണ്? പറയാലോ. നീ ഇതവിടെ പോയി എന്തോ യാത്രക്ക് പോയെന്ന്? അല്ല, നിന്നെ കണ്ടിട്ട് അങ്ങനെ ഒരു സെറ്റപ്പാണ് എനിക്ക് തോന്നണത്. അല്ല, ഇത് ഈ കവറിൽ എന്താണിത്? ഇത് പൊതിച്ചോറ്. പൊതിച്ചോറ്. അതെന്താണത്? വെള്ളം. പൊതിച്ചോറ് കുടിക്കാനുള്ള വെള്ളം. ഞാൻ പറഞ്ഞു തരട്ടെ. നീ തിരുപ്പതിക്ക് പോണേ? അല്ല. പഴനിക്ക് പോണ? അല്ലല്ല. മധുര? അല്ല. പിന്നെ നീ എവിടെ പോവാണ്? ഞാനേ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയി. അത് കൊള്ളാല. എടാ, ആത്മഹത്യ ചെയ്യാൻ പോണവൻ എന്താടാ പൊതിച്ചോറും വെള്ളമൊക്കെ ആയിട്ട് പോണത്? എന്റെ പൊന്നു കേട്ടാ, റെയിൽവേയുടെ കാര്യമല്ലേ. ട്രെയിൻ എപ്പോഴാ ഏത് സമയത്താ ലേറ്റ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അത് ശരിയാണ്. അതുവരെ ജീവൻ നിലനിർത്തണമല്ലേ. മനസ്സിലായി. പോവാൻ വരട്ടെ, നീ അങ്ങനെ പോവാൻ വരട്ടെ. നീയല്ലേ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്? ഞാൻ തന്നെ. എന്നിട്ട് നീ ചത്തില്ലേ? വേണ്ട. അതെ ചേട്ടാ, ഞാനിങ്ങനെ പാളത്തിൽ ഇങ്ങനെ തലവെച്ച് കിടത്ത്
ട്രെയിൻ ഓടിയും വന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ട്രെയിനിന്റെ മുമ്പിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ, എന്നൊക്കെ ഒരു ദൂരെ. എന്റെ ദൈവമേ, 6 മാസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. ഇതാണ് നിനക്ക് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. എടാ, ഇനിയെങ്കിലും ട്രെയിനിന്റെ മുന്നിൽ ചാടി ചാവാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോ. എന്താണ്? ട്രെയിനിന്റെ തലയിഞ്ചിന് അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞമ്മ എടുത്ത് അങ്ങോട്ട് ചാടിക്കൊള്ളണം. തലയിഞ്ചം പാസ് ചെയ്ത് കഴിയുമ്പോൾ എടുത്ത് ചാടണം. ഒരു സാധനം നമ്മളെ കോരി അറിയാമില്ല, ആ സ്പോട്ടിൽ അവിടെ വെച്ച് തീർന്നിരിക്കും പണി. അപ്പൊ ഞാൻ അങ്ങനെ പെട്ടെന്നായിക്കോട്ടെ. അപ്പൊ ഇനി നിന്റെ അടിയന്തരത്തിന് കാണാം. ഓക്കെ. എന്തൊരു മനുഷ്യനാണ് നോക്ക്. മനുഷ്യരുടെ കോനെ കാര്യം പറഞ്ഞു എന്തല്ലേ വട്ട് കേസാണെന്ന് ആത്മഹത്യ ചെയ്യാൻ നടക്കണ്. അപ്പൊ ശരിക്കുള്ള ഈ ഭ്രാന്തിന്റെ തീവ്രതയിലുള്ള ഇതിന്റെ അതാണ് സംഭവം. ഈ സാധനം തലക്കടിച്ച് കയറി കഴിഞ്ഞാലില്ല, പിന്നെ എപ്പോഴും മരിക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രം ഉണ്ടാവും. അതിന്റെ ഒരു ഇതാണ് കറക്റ്റ് ഇതായിട്ട് വന്നത്. തീർച്ചയായിട്ടും ശരിക്കും ഇപ്പൊ എല്ലാത്തിന്റെ ഇതിന്റെ അല്ലേ നമ്മൾ അതിന്റെ ഇത് അത് പറയാനുണ്ടാ. ശരിക്ക് വൃത്തക്സ് ഇത് വന്നാലേ കറക്റ്റ് ഇതാവുള്ളൂ. ഏത് ട്രെയിനാ? കസേര ഫാൻ. ഫാനാ? തൃശ്ശൂർ പൂരില്ലേ പച്ച കളറുള്ള നീല കൊമ്പുള്ള ആന, കറണ്ട് കാശ് അടച്ചില്ലെങ്കിൽ കേബിൾ കെട്ടിയത് വട്ടാണല്ലേ? എന്താന്ന് അറിയാൻ പറഞ്ഞില്ല, എല്ലാരും പറയണ്ട അങ്ങനെ. പിന്നെ അതിന്റെ ഒരു ഇതാണ് കാപ്പിക്കാരാ 2 സോഡയും വന്നേ. ഞാൻ പോടാ ഭ്രാന്താ. മനുഷ്യനെ വേണ്ട ഏട്ടാ. എന്ത് കഷ്ടമാണ് മനുഷ്യന് മനസമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഓരോരുത്തന്മാർ കാറ്റ് കോട്ടും തൊട്ട് ഭ്രാന്താണ്. ഹലോ, പരശുറാം പോയോ? പരശുരാമനൊക്കെ മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കിയിട്ട് എന്നെ പോയി ചേട്ടാ. ചേട്ടൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കും? അയ്യോ, ആ പരശുരാമനല്ല, പരശുറാം എക്സ്പ്രസ് പോയോ? അയ്യോ, ട്രെയിൻ കേസാണല്ലേ? അറിയില്ലേ? ഇല്ല. ജയന്തി പോയോ? ജയന്തി പോയാന്നറിയില്ല. അവളുടെ അനിയത്തി സരള ഇപ്പൊ ഒരു ചുവന്ന പൊട്ടും മുല്ലപ്പൂക്കെ ആയിട്ട് ഞങ്ങൾ പാസ് ചെയ്ത് പോയി. ആ ജയന്തി അല്ല പറയൂലട്ടാ എന്റെ പൊന്നിയേട്ടാ, ആ ജയന്തി അല്ല. ജയന്തി ജനത എക്സ്പ്രസ് ട്രെയിനിന്റെ കേസാണല്ലേ ചോദിക്കണത്? ഞാൻ തെറ്റിദ്ധരിക്കണം. നേത്രാവതി ഈ സ്റ്റേഷനിൽ നിർത്തുമെന്നറിയാവോ? ചേട്ടാ, എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം. എനിക്ക് ഈ ട്രെയിനിന്റെ വിവരമൊന്നും അറിയില്ല. ഓക്കെ. ഈ നമ്പർ 20 മദ്രാസ് മേൽ എപ്പോഴാണ് ഇതുവഴിക്ക് പാസ് ചെയ്യണമെന്നുള്ള അറിയാം? ചേട്ടാ, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലേ? അറിയില്ല അല്ലേ? ഈ നേത്രാവതി എപ്പോ വരും? ഇവിടെ തനിക്ക് ഇതൊക്കെ അറിയണമെങ്കിലേ അവിടെ അന്വേഷണ വിഭാഗം എന്ന് പറഞ്ഞൊരു ബോർഡും വെച്ച് അതിന്റെ താഴെ ഒരാളിൽപ്പെട്ട അയാളോട് ഞാൻ ചോദിക്കും. എന്റെ പൊന്നി കേട്ടോ, ആ അന്വേഷണ വിഭാഗത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ. എനിക്ക് ഇതറിഞ്ഞിട്ട് വേണം 4 പേരോട് പോയി പറയാൻ. ഒരു പണിയെടുക്കാണ്ട് ജീവിക്കാൻ നടക്കണില്ല നീ. എന്നാലും ആ ചെക്കൻ പറഞ്ഞ ട്രെയിൻ വന്നു പോകല്ലേ? ചേട്ടാ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരൂ. ചേട്ടാ, ഈ അഡ്രസ് ജോഷി ഇപ്പോൾ വന്നിറങ്ങിയ ട്രെയിനിൽ ജോഷി ചൂട് കാപ്പി. ചേട്ടാ, കാപ്പി ഞാൻ മലപ്പുറത്ത് വന്നാണ് ചേട്ടാ. ഈ ജോഷിനൊന്ന് ചൂട് കാപ്പി. ചേട്ടാ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു ചേട്ടാ. കാപ്പി ജോഷി ചൂട് കാപ്പി. മത്തത്തിൽ ഹൗസ് ചൂട് കാപ്പി. ജോഷി കാപ്പി ചേട്ടാ. ജോഷി കാപ്പി. ചേട്ടാ, ജോഷി ഇതെന്ത് പണ്ടാറ്? എന്താ ചേട്ടാ സമയമില്ലാത്ത കരുത്? ഒരുപാട് ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നു അല്ലേ? ട്രെയിൻ ഒത്തിരി പിടിച്ചിട്ടിരിക്കുന്നു. അതെന്തോ പാസിംഗ് ഉണ്ട്, അതിന്റെ പേരിൽ പിടിച്ചിട്ടിരിക്കുന്നു. പാസ് ഉണ്ടല്ലോ. 2 ട്രെയിൻ കിടക്കുന്നല്ലോ. അതൊന്ന് കൊച്ചിൻ കുർള, മറ്റേത് നേത്രാവതി എക്സ്പ്രസ്. കൊച്ചിൻ കുർളയും നേത്രാവതി എക്സ്പ്രസ് അല്ല. അതിലേതാണ് ആദ്യം പൊന്നിച്ചേട്ടാ? അത് കുർളയാണ് ആദ്യം പോണത്. കുർള ആദ്യം പോകുമല്ലേ? 10 മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് പോകും. 10 മിനിറ്റിനകം പോകുമല്ലേ? 10 മിനിറ്റിനകം പോകും. നേത്രാവതി ഇന്ന് പോകില്ലട്ടാ. ഇന്ന് പോകില്ല. അപ്പൊ ഞാൻ അതിന് പൊക്കുള്ള. ചേട്ടൻ കാര്യം പറഞ്ഞത് മനസ്സിലായില്ല. കുർള എക്സ്പ്രസ് ആണ് ഇപ്പൊ പോണത്. 10 മിനിറ്റിനുള്ളിൽ പോകും. മനസ്സിലായി. നേത്രാവതി ഇന്ന് പോകില്ല. അത് മനസ്സിലായി. പക്ഷെ എനിക്ക് നേത്രാവതിക്ക് പോയാൽ മതി. കൊച്ചിൻ കുർള ഏതാനും നിമിഷങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് പോകും. ഇവിടുന്ന് പോകും. നേത്രാവതി ഇന്ന് പോകില്ല. അതുകൊണ്ടാണ് ഞാൻ അതേ പോകാന്ന് പറഞ്ഞത്. ഏതില്? നേത്രാവതിയല്ല. ഇവിടെ പോകാത്ത ട്രെയിനിൽ കയറി തനിക്ക് എങ്ങോട്ട് പോകാനാടോ? എനിക്കൊന്ന് കക്കൂസ പോകാനാ. കേട്ടവൻ. അല്ല ഷാജി, സോറി ജോഷി. ചേട്ടാ ഒരു കാപ്പി. കാപ്പി ചോദിച്ചിട്ട് തരാത്ത മനുഷ്യൻ. നേരത്തെ മരിക്കാൻ പോയ ഗോവിന്ദനല്ലേ? എടാ ഗോവിന്ദ. അതേടാ ഗോവിന്ദൻ, ഞാൻ ചത്തില്ലടാ. എടാ നീ ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ ചെയ്തില്ലേ? അതേടാ അതുകൂട്ടൊക്കെ തന്നെടാ ഞാൻ ചെയ്തത്. ട്രെയിനിന്റെ തലയിഞ്ചൻ പോയതിന് ശേഷമല്ലേ ചാടാൻ പറഞ്ഞത്? അതേടാ നീ പറഞ്ഞില്ലേ ട്രെയിനിന്റെ തലയിഞ്ചൻ പോയ ശേഷം എടുത്ത് ചാടിക്കൊള്ളണമെന്ന്. അങ്ങനെ തന്നെടാ ഞാൻ ചെയ്തത്. നീ നുണ പറയുന്നത്. അങ്ങനെ എടുത്ത് ചാടിക്കഴിഞ്ഞ ഒരു മനുഷ്യന്റെ പൊടി പോലും കിട്ടില്ല. എടാ നിനക്കറിയാമോടാ, ആ ട്രെയിനിന് തലയിഞ്ചൻ മാത്രമോടാ ഉണ്ടായിരുന്നുള്ളു. അവിടെ മൊത്തം വാട് വെക്കുവാണ്.
പഴുക്കാരാ ഒരു പഴം തരൂ. ഇതെന്ത് പഴം ഇത്? അതാണ് ആഷിക് ബനാന. ആഷിക് ബനാന? അതെന്ത് പഴം? ഇത് ഇംഗ്ലീഷ് പൂവനാണത്. ഇംഗ്ലീഷ് പൂവനാ? അതാണ് ആഷിക് ബനാന? അതെ അതെ. എന്റെ ദൈവം, പഴത്തിന്റെ ഒക്കെ ഓരോരോ പേര്. ആഷിക് ബനാന നല്ലതല്ലേ? പണ്ട് ലഡാക്കിലായിരുന്നപ്പോ. എവിടെ? ലഡാക്ക്. യുദ്ധത്തിന് പോകുമ്പോ ഞാൻ എന്നും രാവിലെ പഴം കഴിച്ചിട്ട്. അവിടെ ആഷിക് ബനാനയൊക്കെ കിട്ടുമോ? ഇഷ്ടം പോലെ. സാറേ അതെ, ഈ പയ്യനും കൊടുക്കാൻ വളർന്നു. അവന് വിശപ്പില്ല. പയ്യന് വിശപ്പില്ല. അവന്റെ മുഖം നോക്കി ഒരു സാധനവും കഴിക്കില്ല, വിശപ്പില്ല. പക്ഷെ അങ്ങനെയല്ല, അവന്റെ മുഖം കണ്ട 2 ദിവസമായി എന്താണ്ട്. എടോ, ഞാൻ എന്ത് മേടിച്ചു കൊടുത്താലും അവൻ കഴിക്കില്ല. സാർ അങ്ങനെ പറയില്ല, അവനോടൊന്ന് ചോദിച്ചു നോക്കിയാ. അവന് കഴിക്കില്ല. ഞാൻ വിശപ്പില്ല അവന്. അവന്റെ മുഖം കണ്ടിട്ട് വിശപ്പുണ്ടെന്നാണല്ലോ. വിശപ്പുണ്ടെന്നാ? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറൊന്ന് ചോദിച്ചു നോക്കി. അവന് വിശപ്പില്ല. ഞാൻ പറഞ്ഞു അവന് വിശപ്പുണ്ട്. സാറൊന്ന് ചോദിച്ചു നോക്കി. ചോദിച്ചു നോക്കണം. ചോദിച്ചു നോക്ക്. വിശപ്പുണ്ടോ? ചോദിച്ചു നോക്ക്. പഴം വേണോടാ? നിനക്ക് പഴം ഞാൻ പറഞ്ഞില്ലേ വിശപ്പില്ലെന്ന്. ഒരു സാധനം കഴിക്കൂല, എന്ത് മേടിച്ചു കൊടുത്താലും വേണ്ടെന്ന് പറയുള്ളൂ. പൈസ എത്രയായി? പൈസ വേണ്ട. ഒരു കാപ്പി തരൂ. ഓഹോ, ജോഷിയേ, എന്റെ സ്വന്തം ജോഷിയേ. ജോഷിയേ എത്രയായി? ജോഷിയേ ജോഷിയേ ജോഷി 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 ജോഷിയോ? ജീവനം കൊണ്ട് ഓടിക്കോ. എന്താണോ? ട്രെയിനകത്തൊരു ജീവി, ട്രെയിനകത്തൊരു ഭീകര ജീവി എന്നെ ഇട്ടുണ്ട് ഓടിച്ചത്. ഇപ്പൊ ഒരുത്തരെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതോടെ പേടിക്കേണ്ട പ്രശ്നമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ ജീവികളെ എത്ര ഞാൻ കണ്ടിരിക്കുന്നു. പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഞാൻ ഇതുപോലെ ഒരു ജീവിയെ കൈയോടെ പിടികൂടിയതല്ലേ. ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം, നിങ്ങൾ പേടിക്കായിരുന്നു മതി. എടോ, നമ്മൾ കാണിക്കുന്നത് പോലെ തന്നെ കാണിക്കും ഈ വക ജീവികള്. നോക്കി നോക്കി ഒരു ട്രിക്ക് ഞാൻ പ്രയോഗിച്ചു തരാം. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത്, ഞാൻ ശരിയാക്കി തരാം. ഇനിയാണ് ട്രിക്ക് പ്രയോഗിക്കാൻ പോണത്. ഞാൻ കീഴ്പ്പെടുത്തി തരാം, പേടിക്കണ്ട. ആ പഴക്കാരൻ ഇവിടെ, പഴക്കാരൻ ഒരു 2 പഴം തന്നേ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. കണ്ടാ? ഇനിയാണ് ട്രിക്ക് പ്രയോഗിക്കാൻ പോണത്. ഇനിയാണ് ബുദ്ധി പ്രയോഗിക്കാൻ പോണത്. ഇത് നോക്കൂ. ടോക്ക് ടോക്ക്. എന്ത് മണ്ടത്തോടാണ് കാണിക്കണത്? എന്ത് ഇങ്ങനെ വെടിവെച്ച സാറ് ചത്തുപോകൂലേ? എടാ പൊട്ട, അതാണ് പറഞ്ഞ ബുദ്ധി വേണമെന്ന്. എന്റെ കയ്യിലിരിക്കുന്നത് കളിത്തോക്ക. ഓ, കളിത്തോക്ക്. അവന്റെ കയ്യിലിരിക്കുന്നത് ഒറിജിനല്. ഞാൻ റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇത് ഞെക്കുമ്പോ ഇത് പൊട്ടൂല, അത് പൊട്ടു. ആ പാവം പൊട്ടി ചത്തുപോകും. നോക്കോ നോക്കോ, ബുദ്ധി നോക്കോ, ബുദ്ധി നോക്കോ. റെഡി 1